പറഞ്ഞാൽ അതാണ് നിലപാട്. ഞാൻ മുസ്ലിമാണെന്ന് ഒരു പൂളക്കമ്പനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന്. മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. അവിശ്വാസമുണ്ടെങ്കിലേ ലീഗുള്ളൂ. 5 വക്ത നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. ചിലർ പറയും ലീഗ് വർഗീയ പാർട്ടി എന്ന്. എന്തെന്നറിയോ? ലീഗ് മുസ്ലിം സമുദായത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ്. അത് പറയാൻ നമ്മളാരെയും ഭയക്കേണ്ടതില്ല. EMS സാഹിബ് ഇടയ്ക്കിടെ പറയാറുണ്ട്, നിങ്ങളാരും റെഡിമെയ്ഡ് മോഡിഫൈഡ് മതേതരത്വം ഉണ്ടാക്കരുതെന്ന്. നമുക്ക് മതേതരത്വ നിലപാട് എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ നിലപാട് ഒരു വശത്തേക്ക് മാറ്റി നിർത്തി മതേതരത്വ നിലപാടിനെ പൊലിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, എന്താണ് സമുദായത്തിൻ്റെ നിലപാട്? എലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് പെണ്ണുങ്ങളും ആണുങ്ങളും കൂട്ടത്തോടു കൂടി റോട്ടിലിറങ്ങിക്കൊണ്ട് തോന്നിവാസ്യപരമായി കൊണ്ടുള്ള ഡാൻസ് കളിയും പടക്കം പൊട്ടിക്കലും ആർത്തിരമ്പലും അതാണോ സമുദായത്തിൻ്റെ മുന്നിലുള്ളത്? ഞാൻ പഠിച്ച ലീഗ് ബൈത്തുറഹ്മകൾ മതമെന്നോ ജാതിയെന്നോ നോൽക്കാതെ ബൈത്തുറഹ്മകൾ തൻ്റെ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച പാണപ്പാട്ട് തങ്ങളുടെ പേരിൽ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ തൻ്റെ സമുദായത്തിന് വേണ്ടി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി, തൻ്റെ പാർട്ടിയുടെ ലേബലിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ എത്ര ബൈത്തുറഹ്മകളാണ് തൻ്റെ സഹോദര സമുദായങ്ങൾക്ക് കൊടുത്തത്. അതെല്ലാം ഉള്ളിൽ നിന്ന് വന്നതാണ്. അതെല്ലാം തൻ്റെ റസൂലിൻ്റെ മാതൃകയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ തിന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ പറയുന്നത് തൻ്റെ അയൽവാസിയുടെ ജാതിയോ പേരോ ഒന്നും അളന്നിട്ടില്ല. തൻ്റെ അയൽവാസി യത്തീമിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ കുഞ്ഞിനെ ലാളിക്കരുത്. മുസ്ലിമായ യത്തീം എന്നല്ല പറഞ്ഞത്, യത്തീമിൻ്റെ മുന്നിൽ വെച്ച്. എന്ത് പൂളത്തരാടോ താൻ വിളമ്പുന്നത്? ഒരു മൈക്കും 4 ആളെ മുമ്പിലും കിട്ടിയ എന്ത് തോന്നിവാസവും പറയാമെന്നാണോ? ഇത് കേട്ടിട്ട് എതിർക്കാത്ത നേതാക്കളെ, നിങ്ങളെ ലീഗല്ല ഞങ്ങളെ ലീഗ്. ബൈത്തുറഹ്മകൾ കൊടുക്കുന്ന, KMCCയിലൂടെ പട്ടിണി പാവങ്ങൾക്ക് പലതും വിതരണം ചെയ്യുന്ന, അതിൽ ജാതി കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ വിതരണം ചെയ്യുന്ന ആ ലീഗിനെ മുറുകെ പിടിക്കുന്നവരാടോ ഈ നാട്ടിൽ മുഴുവനുമുള്ളത്.